താങ്കൾ ഈ വിവരം അനുജൻ പറഞ്ഞല്ലേ അറിയുന്നത്? അച്ഛൻ ഇങ്ങനെ സമാധിയാവാൻ പോയി എന്നുള്ള വിവരം? തീർച്ചയായിട്ടും. അപ്പൊ താങ്കൾ ആ വീട്ടിലുണ്ടായിരുന്നു? ഞാൻ കമ്പനിയിൽ അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അനിയൻ എൻ്റെ അടുത്ത് ഇല്ല ഞാൻ അതാ പറഞ്ഞത്. ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുജൻ എന്നെ വിളിച്ച് പറയുമായിരുന്നു, ഇതുപോലെ അച്ഛൻ അത്യാവശ്യമായിട്ട് കാണണം, ഒന്ന് വീട് വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ താങ്കൾ എത്തി? അപ്പം ഞാനവിടെ കമ്പനിയിൽ ലീവ് ചോദിച്ചിട്ട് ഞാൻ എത്തിയായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ജീവനോടെ ഉണ്ടോ? സമാധിയായിരുന്നു ആ സമയമായപ്പോൾ? ഞാൻ വന്നപ്പോൾ ഇപ്പം അച്ഛൻ്റെ അടുത്ത് അമ്മയും അനിയൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു, രാജസൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛാന്ന് ഞാൻ വിളിക്കുകയും അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അച്ഛൻ ഇരിക്കുകയായിരുന്നു. ഈ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുകയായിരുന്നു അല്ലേ? അതായത് ഈ സമാധി സ്ഥലത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. സാർ, കല്ലറയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ധ്യാനത്തിനിരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഒരു ഋഷിപീഠം ഉണ്ടായിരുന്നു. അത് ഓപ്പൺ പ്ലേസ് ആയിരുന്നു സാറ്. ഓ, അത് ശരി.